നവ്യ പന്തക്കുസ്താതൻ സുവർണ ജൂബിലി, ജൂബിലി മഹാജൂബിലി, നവ്യ പന്തക്കുസ്താതൻ സുവർണ ജൂബിലി, ആത്മാവിനഭിഷേക ജൂബിലി, ആത്മമാരിതൻ സന്തോഷ ജൂബിലി, ആത്മാവിനഭിഷേക ജൂബിലി, ആത്മമാരിതൻ സന്തോഷ ജൂബിലി, ജൂബിലി മഹാജൂബിലി, ജൂബിലി സുവർണ ജൂബിലി, ജൂബിലി മഹാജൂബിലി, ജൂബിലി സുവർണ ജൂബിലി. ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയും, സഭയിൽ ഇന്ന് കരിസ്മാറ്റിക് മുന്നേറ്റത്തിനുള്ളത് ഹൃദയത്തിന്റെ സ്ഥാനമാണ്. Today you are filled by the power of Holy Spirit. Hallelujah. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഒരുമിച്ച് കൂട്ടിയെന്നാലും അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ ഒരു ദിവസം പ്രാർത്ഥിച്ചു. ഇരുളും വെളിച്ചവും എന്നൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. KCBC പ്രസിഡന്റായിട്ടുള്ള സൂസ്യവാക്യം പിതാവ് ചെമ്പോളി അച്ഛന് കോപ്പി കൊടുത്തുകൊണ്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു പാട്ടുപുസ്തകം സുവർണ ഗീതങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കുക. 718 ഗാനങ്ങളാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങുന്ന വിശുദ്ധരുടെ കാസറ്റില് CD-യിലെ പാട്ടുകൾ പോലും ഇതിലുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ പ്രവാഹമെന്ന കരഘോഷം കൊടുത്തുകൊണ്ട് എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത്താൽ ആദ്യമായിട്ട് കേരള സഭയ്ക്ക് ആദ്യമായിട്ട് എല്ലാ വിശുദ്ധരെയും കോർത്തിണക്കിക്കൊണ്ട് പുതുപുത്തൻ കാസറ്റ് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. ഓഹോ ഓഹോ ഹല്ലേലൂയ. കൈയടിച്ചിട്ട് പാടാം. യേശു നല്ല യേശു രാജാതിരാജനം ദൈവമേശു നിന്റെ നാമത്തെ ഏഴുവൻകരകൾ യേശുവിൻ വചനം കേട്ടു, 7 ദേശങ്ങൾ ആത്മാവിലൊന്നായി മാറി. 7 വൻകരകൾ യേശുവിൻ വചനം കേട്ടു, 7 ദേശങ്ങൾ ആത്മാവിലൊന്നായി മാറി. You are the salt of the earth, you are the light of the world. ശോഭിച്ചു ദൈവജനം 7 ദാനങ്ങളാൽ 7 കൂദാശയാൽ എഴുന്നേറ്റു പ്രശോഭിച്ചു ദൈവജനം. ജൂബിലി മഹാജൂബിലി. The bishop is now releasing the souvenir, handing over to the brother Jolly George and Mrs. Alukas. ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന ജീവിതങ്ങൾക്ക് ചേർന്ന് നടക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. Reverend Bishop Mar Irenaeus now will hand over the history book of the Charisma family in the UAE. It's an auspicious moment of the history of UAE Charismatic. നല്ല ഒരു മൂവ്മെൻ്റായി ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞൊരാ ദൈവജനം മാനസാന്തരത്തിൻ ഫലങ്ങളേകി. പാവനാത്മാവിൽ നിറഞ്ഞൊരാ ദൈവജനം. കരിസ്മാറ്റിക് പ്രസ്ഥാനം അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിശ്വാസ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടരുന്ന അനേക കപ്പൂച്ചിൻ വൈദികരുടെ നേതൃത്വത്തിൽ ഈ മണലാരുണ്യത്തിൽ ചെയ്ത ത്യാഗോജലമായ ശുശ്രൂഷയുടെ ഫലമാണ് ഈ ഗ്രാസിയ. ബഹുമാനപ്പെട്ട ജോണച്ചനെ ആദരിക്കുന്നതാണ്. കരിസ്മയുടെ ഉശിരല്ലേ, കരിസ്മയുടെ യൗവനമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂബിലി മഹാജൂബിലി, നവ്യ പന്തക്കുസ്താതൻ സുവർണ ജൂബിലി. ജൂബിലി മഹാജൂബിലി, നവ്യ പന്തക്കുസ്താതൻ സുവർണ ജൂബിലി.
ആത്മാവിനഭിഷേക ജൂബിലി, A big applause, please. A big round of ആത്മമാരിതൻ applause. സന്തോഷ ജൂബിലി. തീവ്രമായ പ്രാർത്ഥനയുടെയും അശ്രാന്തമായ പരിശ്രമത്തിന്റെയും പരിസമാപ്തിയാണ് ഇന്ന് നാം ഇവിടെ കണ്ടത്. ജൂബിലി, ജൂബിലി, മഹാജൂബിലി, ജൂബിലി, സുവർണ ജൂബിലി, ജൂബിലി, മഹാജൂബിലി, ജൂബിലി, സുവർണ ജൂബിലി. കർത്താവിൻ്റെ സന്നിധിയിൽ ദേശത്തെ ഉണർത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് ഒരുക്കിയിരിക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ മഹാവിരുന്നിലേക്ക് ദൈവജനത്തെ മുഴുവനും അനുഗ്രഹപൂർണമായ സാന്നിധ്യമൊരുക്കി ഈ ദേവാലയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഗ്രാസിയ 2017 ദൈവ സാന്നിധ്യം 7 രാജ്യങ്ങളുടെ മേൽ നിറഞ്ഞു നിൽക്കുവാനായി ഒരുക്കിയ സമയം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഗ്രാസിയ, സ്വർഗം പരിശുദ്ധയമ്മയെ അഭിസംബോധന ചെയ്യാനായി ഉപയോഗിച്ച വാക്ക്. ഹീബ്രുയിൽ അസദ്, ഗ്രീക്കിൽ ഖാരീസ്, ലത്തീനിൽ ഗ്രാസിയ, ഇംഗ്ലീഷിൽ ഗ്രേസ്, സംസ്കൃതത്തിൽ കൃപ, മലയാളത്തിൽ നന്മ. ഭാഷ ഏതായാലും സ്വർഗത്തിൽ പരിശുദ്ധയമ്മയുടെ സ്ഥാനം വെളിവാക്കപ്പെടുന്നു. ഹല്ലേലൂയ. അതരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, കർത്താവിന്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. പൂർവകാലങ്ങളെ പോലെ അവിടുത്തെ മഹത്വം ദൈവം കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങളും ഒരിക്കൽ നമുക്ക് ഉയർത്താം. 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അതരം തുറന്ന് സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരങ്ങൾ തുറക്കപ്പെടട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. അതരങ്ങൾ തുറന്ന് സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. അതരങ്ങൾ തുറക്കപ്പെടട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ദേശം ഉണരട്ടെ, സ്വർഗ്ഗം അത് കേൾക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന് കാരണം. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരാത്തതാണ് സകല വ്യതകളുടെയും കാരണം. ഈ ബോധ്യമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിന്റെ സന്തോഷം കടന്നു വരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതമായ ശക്തി ദൈവജനത്തിന് മേൽ, ദേശത്തിന് മേൽ, ഭവനത്തിന് മേൽ, തലമുറകളുടെ മേൽ ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും ദൈവത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന സകല മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എതിരെയും കുറുകയും പിറകെയും കടന്നു വരുന്ന സകല വാഹനങ്ങളെയും തിരുരക്തത്തിന്റെ മറവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതരം തുറന്ന് ഒരിക്കൽ കൂടി സ്തുതിക്കാം. കരമുയർത്തി ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. മഹത്വം, 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 മഹത്വം. ആരാധന ദൈവമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പോരാ, പോരാ. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് സ്വരമുയർത്തി ദേശം മുഴുവൻ നിറയട്ടെ. അത്ഭുത സാന്നിധ്യം നിറയട്ടെ. പരിശുദ്ധ സാന്നിധ്യം നിറയട്ടെ. ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കനിയേണമേ, അഭിഷേകം പകരണമേ. ചേർന്ന് കരമടിച്ച് ഒരേ താളത്തിൽ, കരമടിച്ച് ഒരേ താളത്തിൽ, ഒരേ താളത്തിൽ ശക്തിയോടെ. പോരാ, പോരാ. കരബലം ചേർത്ത് എല്ലാവരും കരഘോഷത്തോടെ ആത്മാവിനെ സ്വീകരിച്ച്
ആത്മാവിന്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും പരസ്പരം നോക്കി എന്ന് പുഞ്ചിരിച്ച് ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ മക്കളും ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നെ പതിയണമേ, അഗ്നിനാവുകളെന്നെ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ശക്തിയായ കരങ്ങളടിച്ച് എല്ലാവരും ഒരേ താളത്തിൽ ശക്തിയായ കരങ്ങളടിച്ച് ഒന്ന് ചലിച്ച് ചലിച്ച് ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാവരും കടമേലും ഓ പകരപ്പെടുന്ന അഭിഷേകം. സകല ജാതികളും തിരുമുമ്പിൽ വിറക്കട്ടെ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താം. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താം. ചുള്ളി കത്തും പോലെ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ശക്തിയാകടിച്ച് ഒരേ താളത്തിൽ ചേർത്ത് പാതകൾ ചലിപ്പിച്ച് ചുവടുകൾ വെച്ച് ഈ ആത്മാവിന്റെ ഉണർവ് ദൈവജനത്തിന് മേൽ ദേശത്തിന് മേൽ കത്തിപ്പറഞ്ഞെ എന്ന് ആഗ്രഹിച്ച് ചലിച്ച് ഓ മലകൾ തിരുമുമ്പിൽ ഉരുകട്ടെ. മലകൾ തിരുമുമ്പിൽ ഉരുകും വണ്ണം നീ ആകാശം ഇറങ്ങണമേ. മലകൾ തിരുമുമ്പിൽ ഉരുകും വണ്ണം നീ ആകാശം ഇറങ്ങണമേ. ആലയം ചണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലത്തെ ഉള്ളം നീ നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലത്തെ ഉള്ളം നീ നിറയ്ക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ഓ ചലിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ മക്കളും ദൈവം മോശയെ വിളിക്കുന്നു ഇസ്രായേൽ ജനത്തിന്റെ മേൽ കത്തിത്തീരാൻ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശയെ തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശയെ തീ പകർന്നു കൊടുത്തവനെ. തീ മുൾപ്പടപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. പടപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്നെ
പതിയണമേ അഗ്നിനാവുകളെന്മേൽ പതിയണമേ കരമടിച്ച് ആത്മാവേ കനിയണമേ അഭിഷേകം പകരണമേ ആത്മാവേ കനിയണമേ അഭിഷേകം പകരണമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. സ്വർഗം അത് കേൾക്കട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയില് ഇന്നേ ദിവസം ഇവിടെ കടന്നു വരുവാൻ ദൈവം വിളിച്ചു ചേർത്ത തിരഞ്ഞെടുത്ത സകല ദൈവമക്കളെയും കർത്താവിന്റെ തിരുരക്തത്തിന്റെ മറവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ കറയില്ലാത്ത രക്തം പാപത്തിന്റെ കെട്ടുകൾ അഴിച്ച ദൈവത്തിന്റെ കറയില്ലാത്ത രക്തത്തിന്റെ മറവിലേക്ക് ഓരോ മക്കളെയും കുടുംബത്തെയും തലമുറകളെയും നമുക്ക് ചേർത്ത് വെക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പാപത്തിന്റെ സകല ബന്ധനങ്ങളെയും സകല കെട്ടുകളെയും സകല മുഖങ്ങളെയും ഒടിക്കുന്ന കാൽവരിയിലെ കട്ടപിടിക്കാത്ത കറയില്ലാത്ത രക്തത്തിന്റെ വലിയൊരു പകർച്ച ദൈവജനത്തിന് മേൽ ഇറങ്ങി വരട്ടെ. ആലയവും ആലയത്തിന്റെ പരിസരങ്ങളും ഇതിന്റെ നാലതിരികളും കർത്താവിന്റെ രക്തത്തിന്റെ വലിയ ഇടപെടലിനാൽ കർത്താവെ മുദ്രണം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം ദൈവമക്കളെ മേൽ ഇറങ്ങി വരുവാനായി സ്വർഗമൊരുക്കിയ ഈശോയുടെ കാൽവരിയിലെ രക്തത്തിന്റെ വലിയ നിറവിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കാം. സകല പാപങ്ങളും വിമോചിപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധ രക്തം, അമൂല്യമായ രക്തം, സ്വർഗത്തിൽ മാത്രമുള്ള രക്തം. ദൈവ സാന്നിധ്യത്താൽ ദൈവമക്കൾ നിറയപ്പെടട്ടെ. പാപത്തിന്റെ സകല കെട്ടുകളും അഴിക്കുവാനായി ദൈവമേ നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ മഹാകാരുണ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ മേൽ ഇപ്പോൾ കുടികൊള്ളുന്ന എല്ലാ പാപത്തിന്റെ മാലിന്യങ്ങളും യേശുവിന്റെ നാമത്താലും അവന്റെ രക്തത്താലും പൂർണ്ണമായും നിർവീര്യമാക്കപ്പെടുവാൻ ദൈവമക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ രക്തത്തിന്റെ വലിയ നിറവ് കടന്നു വരട്ടെ. ദൈവമേ സകല ചങ്ങലകളും അഴിക്കണമേ, സകല മുഖങ്ങളും ഒടിക്കണമേ, സകല മാലിന്യങ്ങളും നിന്റെ രക്തത്താൽ കഴുകിക്കളയണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ രക്തത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ. സ്വർഗം തുറന്നു തന്ന ആത്മീയ ജീവൻ ഞങ്ങളിലേക്ക് അയച്ച ഈശോയുടെ കറയില്ലാത്ത രക്തം ഞങ്ങളിലൂടെ ഒഴുകണമേ. ദൈവജനം ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ പാപ കടഭാരങ്ങളും സകല മേഖലകളെയും ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നാഥ ലോകത്തിന് മേൽ കുടികൊള്ളുന്ന, ലോകത്തിന് മേൽ ഇപ്പോൾ നിലനിൽക്കുന്ന സകല പാപ മാലിന്യങ്ങളും ഞങ്ങളിതാ നിന്റെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ രക്തത്തിന്റെ വലിയൊരു സാന്നിധ്യം ദൈവജനത്തിന് മേൽ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി അതരം തുറന്ന് ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന ദൈവമേ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ദൈവജനത്തിന്റെ മേൽ തിരുരക്തത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. അതരം തുറന്ന് സ്വരം ഉയർത്തി നാമിന്റെ സകല കെട്ടുകളും അഴിയട്ടെ. യേശുനാമം വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച്, താളത്തിൽ കരങ്ങളടിച്ച് ആഗ്രഹിച്ചേ, പ്രാർത്ഥിച്ചേ. യേശുവിന്റെ തിരുരക്തം നമ്മുടെ മേൽ ഒഴുകട്ടെ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. ധമനികളിൽ ഒഴുകട്ടെ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ.
ശിരസു മുതൽ കരഘോഷം. പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. ശിരസു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. പരിപൂർണ്ണമായി പരിപൂർണനാക്കണമേ, പരിപൂർണനാക്കണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. തുല്യതയില്ലാത്ത ദൈവത്തിന്റെ രക്തം, പാപങ്ങൾ മായ്ക്കുന്ന യേശുവിന്റെ രക്തം, ഉടമ്പടിയാൽ നമ്മളെ മുദ്രണം ചെയ്യുന്ന കർത്താവിന്റെ രക്തം. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും അത് ഒഴുകപ്പെടട്ടെ. ആഗ്രഹിച്ച് അമൂല്യമായ തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. പാപവിമോചന തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. അമൂല്യമായ തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. പാപവിമോചന തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. ഉടമ്പടിയുടെ തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. കളങ്കമില്ലാത്ത തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. ശിരസ്സു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. ശിരസ്സു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. പരിപൂർണനാക്കണമേ, 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 പരിപൂർണനാക്കണമേ. എന്റെ സിരകളിൽ ഒഴുകണമേ, എന്റെ ധമനിയിൽ ഒഴുകണമേ. 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 Praise the Lord. Hallelujah. വലതുകരം ഉയർത്തി Hallelujah. Hallelujah. മരുഭൂമിയിലായിരുന്ന മോശ കർത്താവിന്റെ മലയായ ഹോറബിന്റെ താഴ്വാരത്തിൽ വെച്ച് അത്ഭുതകരമായ ഒരു ദൃശ്യം കണ്ടു. എരിതിയിൽ എരിഞ്ഞു തീരാത്ത മുൾപടർപ്പ്. മോശ പറഞ്ഞു, അഗ്നി എരിയുന്നു, മുൾപടർപ്പ് കത്തുന്നു, എന്നാൽ എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത? അത് കത്തും, ചാമ്പലാകില്ല. അത് കത്തും, ചാമ്പലാകില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഗ്നിയിൽ നിന്ന് മോശയെ വിളിച്ച ദൈവം ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ഇറങ്ങി അഗ്നിയിലൂടെ ഏലിയായെ വിളിച്ച ദൈവം, ഓ എരിഞ്ഞു തീരാത്ത മുൾപടർപ്പിന്റെ ഒരു അഭിഷേകം ദൈവജനത്തിന്റെ മേൽ ഇറങ്ങാനായിട്ട് ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ചേ. ഈ ദിനങ്ങളിലും വരും ദിനങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റെടുക്കണം, നമ്മളെ പരിപാലിക്കണം, നയിക്കണം. ഇത് ആഗ്രഹിച്ചുകൊണ്ട് എരിഞ്ഞു തീരാത്ത മുൾപടർപ്പിൽ നിന്ന് നിന്നെ വിളിക്കാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ദൈവത്തെങ്കിലും ഉയർത്തിക്കൊണ്ട് ഒരു മുൾപടർപ്പിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് അതരം തുറന്ന് സ്വരം ഉയർത്തി വലിയ അഭിഷേകത്തോടെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 അതരങ്ങൾ തുറക്കപ്പെടട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിച്ച് സ്വരം ഉയർത്തി ഹല്ലേലൂയ.
hallelujah, 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 hallelujah. ചേർത്ത് കരമടിച്ച് താളത്തിൽ താളത്തിൽ ശക്തിയോടെ പോരാ പോരാ ഒരേ താളത്തിൽ വെയിലുണക്കിയ മുൾപ്പടർപ്പ് നിന്റെ മേൽ തീയുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം തീയഭിഷേകം തീയുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം ഓ തീയഭിഷേകം നീറി നിന്ന എന്നെ ചങ്കിൽ ക്രൂര തരുന്നല്ലോ തീയഭിഷേകം ഓ തീയഭിഷേകം നീറി നിന്ന എന്റെ ചങ്കിൽ ക്രൂര തരുന്നല്ലോ തീയഭിഷേകം ഓ തീയഭിഷേകം 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 എന്തോരാനന്ദം തീയഭിഷേകം 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 എന്തോരാനന്ദം ശക്തിയോടെ കരങ്ങളടിച്ച് ഒരേ താളത്തിൽ പോരാ പോരാ ഈ അഭിഷേകം വ്യാപരിക്കട്ടെ എല്ലാ മക്കളുടെ പേരും നന്നായി ചലിച്ചുകൊണ്ട് ഇവിടെ ഭവനങ്ങളിലേക്ക് തലമുറകളിലേക്ക് ഇത് പകരപ്പെടട്ടെ. ചേർന്ന് തീയണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിക്കുന്നു എന്ന പോലെ തീയണയ്ക്കുന്ന വെള്ളത്തിലും തീ ജ്വലിക്കുന്നു എന്ന പോലെ എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊടുത്ത് നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം എന്റെ മനസ്സിന്റെ സങ്കടത്തിൽ എന്റെ മനസ്സിന്റെ നൊമ്പരത്തിൽ തീ കൊടുത്ത് നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം തീയഭിഷേകം 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 ഹല്ലേലൂയ തീയഭിഷേകം 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 ഹല്ലേലൂയ തീയഭിഷേകം വെയിലുണക്കിയ ആമേൻ വെയിലുണക്കിയ ആമേൻ വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം ഓ തീയഭിഷേകം എന്റെ ചങ്കിൽ ക്രൂര തരുന്നല്ലോ തീയഭിഷേകം ഓ തീയഭിഷേകം ശക്തിയാകാരങ്ങളടിച്ച് ഒരേ താളത്തിൽ ശക്തിയാകാരങ്ങളടിച്ച് എല്ലാ മക്കളുടെ മേലും ഇത് വ്യാപരിക്കട്ടെ. അത് ചലിച്ചിറങ്ങട്ടെ എല്ലാ ഭവനങ്ങളിലേക്ക് വ്യക്തി ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് ഈ അഭിഷേകം വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തീച്ചുഴിയിലും മഞ്ഞുകാറ്റ് തണുവിറക്കിയ പൊന്നുകാല തീച്ചുഴിയിലും മഞ്ഞുകാറ്റ് തണുവിറക്കിയ പൊന്നുകാല എന്റെ മനസ്സിന്റെ തീമരുവിൽ എന്റെ തമസിന്റെ പാൺമരുവിൽ തണുവിറക്കി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം എന്റെ മനസ്സിന്റെ തീമരുവിൽ എന്റെ തമസിന്റെ പാൺമരുവിൽ തണുവിറക്കി നീ വന്നിടുമ്പോൾ എന്തോരാനന്ദം തീയഭിഷേകം 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 ഹല്ലേലൂയ തീയഭിഷേകം 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 ഹല്ലേലൂയ തീയഭിഷേകം വെയിലുണക്കിയ ആമേൻ വെയിലുണക്കിയ ആമേൻ വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം ഓ തീയഭിഷേകം വെയിലുണക്കിയ മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെ തീയഭിഷേകം ഓ തീയഭിഷേകം നീറി നിന്ന എന്റെ ചങ്കിൽ ക്രൂര തരുന്നല്ലോ തീയഭിഷേകം ഓ തീയഭിഷേകം നീറി നിന്ന എന്റെ ചങ്കിൽ ക്രൂര തരുന്നല്ലോ തീയഭിഷേകം ഓ തീയഭിഷേകം 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 എന്തോരാനന്ദം തീയഭിഷേകം 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 എന്തോരാനന്ദം തീയഭിഷേകം 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 എന്തോരാനന്ദം തീയഭിഷേകം
അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം എന്തോരാനന്ദം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം എന്തോരാനന്ദം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം തീ അഭിഷേകം എന്തോരാനന്ദം ഹല്ലേലൂയ 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 എന്തോരാനന്ദം. Praise the Lord. Hallelujah. Hallelujah. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായി നമ്മളെ പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ നയിച്ച അബുദാബി മുസ്തഫ കൊയറിന് ദൈവനാമത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങളടിക്കാം. താങ്ക് യു. അടുത്തത് പതാക ഉയർത്തൽ കർമ്മമാണ്. റെവറൻഡ് ഫാദർ ട്രോയ് ടുഗദർ വിത്ത് ഫാദർ ബേബി മാത്യു and Father Johnson will be hoisting the national flag honoring the country. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് പേപ്പൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാൻ അഭിവന്ദ്യ ആർച്ച് ബിഷപ്പ് സൂസപാക്യം സഭയെ പ്രതിനിധീകരിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന അഭിവന്ദ്യ സൂസപാക്യം. CCR ഗോൾഡൻ ജൂബിലി ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുവാനായിട്ട് റെവറൻഡ് ഫാദർ വർഗീസ് മുണ്ടക്കൽ ടുഗദർ വിത്ത് ഫാദർ അനി സേവ്യർ and together with Father John Padinyakara and together with Father Biju Panikiparampil. After one full year of prayerful, intercessory days, now it's the final function happening. The BCSC coordinators are kindly requested to bring their candles and deposit in this drum in here. After which, the lighting of the candle ceremony will be taken place by the dignitaries. നമ്മുടെ BCSTയുടെ കോർഡിനേറ്റേഴ്സായ ബ്രദർ ജോഷി, ബ്രദർ ദാനിയൽ വൈദ്യനാഥൻ, ബ്രദർ ജോയി മുസഫ, ബ്രദർ ജസ്റ്റിൻ ഷാർജ, ബ്രദർ ജറീഷ് ജബലാലി, CSTയുടെ സ്ഥാപക അംഗം കൂടിയായ ബ്രദർ പീറ്റർ പോൾ ഫുജേറ, ബ്രദർ ജോസഫ് ആൻ്റണി അലൈൻ എന്നീ പ്രയർ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്റേഴ്സാണ് നമ്മളെയൊക്കെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ ഒരു വർഷമായി അവർ പ്രാർത്ഥിച്ചിരുന്ന ഗ്രൂപ്പുകളിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ക്യാൻഡിൽ തിരികെ കൊണ്ടുവരുന്നത്. Now, we kindly requested the dignitaries, especially Most Reverend Dr. Susapakyam, Archbishop of Trivandrum, to come on to the stage to lead the lighting of the candle, together with all the spiritual directors. Please. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 8-ാം അധ്യായം 12-ാം വചനം പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. കർത്താവാകുന്ന പ്രകാശത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് പ്രഖ്യാപിക്കാം. അവൻ എൻ്റെ പ്രകാശമാണ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ
അടുത്തത് കർത്താവിൻ്റെ തിരുവത്താഴ മേശയ്ക്ക് ചുറ്റും ഒത്തുകൂടാൻ പോവുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം കനിഞ്ഞ് നൽകിയിട്ടുള്ളത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി, ഗായക സംഘത്തോടുകൂടി നമുക്ക് കർത്താവിൻ്റെ തിരുവത്താഴ വേദിയിലേക്ക് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആത്മാവിലും സത്യത്തിലും അവനെ സ്വീകരിക്കുവാനായിട്ട് പുറപ്പെടാം. മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു, മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടി. സ്നേഹമുള്ളവരെയും ഹൃദയസ്പർശിയും അർത്ഥവത്തുമായ പരിപാടികളാണ് ഇന്നിവിടെ നമുക്കായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്കറിയാം, സഭയുടെ ആരാധനയുടെയും എല്ലാ സഭാപ്രവർത്തനങ്ങളുടെയും ഉച്ചയും ഉറവയും പരിശുദ്ധ കുർബാനയാണ്. ദിവ്യബലി അർപ്പിക്കുവാനായിട്ടാണ് നാം ഇവിടെ ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, ആഴമായിട്ടുള്ള വിശ്വാസ ചൈതന്യത്തോടുകൂടി ദൈവത്തിൻ്റെ ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹ ആശംസകളാൽ നിറയുവാനും നമുക്കിപ്പോൾ നമ്മെ തന്നെ ഒരുക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസിച്ചവരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെയും
മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യരോട് അരുളി ചെയ്തു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ജൂബിലി ആഘോഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വളരെയേറെ ഭക്തിനിർഭരമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്ത ഇതിൻ്റെ സംഘാടകരെ ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം അതിൻ്റെ സുവർണ ജൂബിലി നിറവിലാണല്ലോ. കഴിഞ്ഞ 50 കൊല്ലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നവീകരണം സഭയിൽ ചെലുത്തിയ സ്വാധീനവും കൈവരിച്ച നേട്ടങ്ങളും അഭിമാനാർഹങ്ങളാണ്. അഭിമാനാർഹമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത്ഭുതാവഹമായ എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ പാപവഴികളിൽ നിന്ന് വിട്ടകലുന്നതും മാനസികവും ശാരീരികവുമായ സൗഖ്യം പ്രാപിക്കുന്നതും ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതും ഭക്താഭ്യാസങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരുന്നതുമെല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഫലങ്ങളാണ്. സഭയിലെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഈ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി ഞാൻ കാണുന്നത് സാധാരണക്കാരിൽ പോലും ഈ നവീകരണ മുന്നേറ്റത്തിന് ഉളവാക്കുവാൻ സാധിച്ച ദൈവവചനത്തോടുള്ള ആഭിമുഖ്യവും താല്പര്യവുമാണ്. വചനത്തെ മാംസമാക്കുന്ന, ജീവിതബന്ധിയാക്കുന്ന, പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാക്കുന്ന ആഴമായ അനുഭവങ്ങളിലേക്ക് അനേകം പേരെ ആകർഷിക്കുവാൻ കരിസ്മാറ്റിക് മുന്നേറ്റത്തിന് സാധിച്ചിട്ടുണ്ട്. അപാകതകൾ ഇല്ലെന്ന് പറയുന്നില്ല. ചിലപ്പോഴെങ്കിലും യേശുവിലൂടെ പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ട സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലല്ല തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്ന ആക്ഷേപവും അങ്ങിങ്ങായിട്ട് ചിലപ്പോഴും കേൾക്കാറുണ്ട്. ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന പ്രവണതയ്ക്കെതിരെ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഇതൊക്കെയാണെങ്കിലും എൻ്റെ പ്രിയ സഹോദരരെ, ഇന്ന് സഭയിലാകമാനം നിറഞ്ഞു നിൽക്കാൻ പരിശ്രമിക്കുന്ന ഒരു മുന്നേറ്റമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ പ്രിയ സഹോദരരെ, വേറെ രണ്ട് കാര്യങ്ങൾ മാത്രം
ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സഭയിലെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിനുള്ള സ്ഥാനം. രണ്ടാമതായി, കരിസ്മാറ്റിക് മുന്നേറ്റം സഭയിൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന, അതിനായി തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ കരിസ്മാറ്റിക് മുന്നേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളതെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഇപ്പോൾ സാധിക്കുകയില്ലല്ലോ. നമുക്കെല്ലാവർക്കും സുപരിചിതരായ 2 വിശുദ്ധരുടെ അനുഭവങ്ങളിലേക്കാണ് എൻ്റെ ചിന്ത കടന്നു പോയത്. ആ 2 വിശുദ്ധരുടെയും അനുഭവങ്ങൾ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ, ഹ്രസ്വമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. എല്ലാവർക്കും എല്ലാമാകുവാനും സഭാ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുവാനും തീവ്രമായി ആഗ്രഹിച്ച ഒരു വിശുദ്ധയാണ് കൊച്ചു ത്രേസ്യ. സഭയുടെ വിശുദ്ധീകരണത്തിനായി പൗരോഹിത്യ ശുശ്രൂഷ തന്നെ സാധ്യമാണെങ്കിൽ അനുഷ്ഠിക്കുവാനും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്ന് സുവിശേഷം പ്രസംഗിക്കുവാനും സാധ്യമാണെങ്കിൽ ഒരു രക്തസാക്ഷിയാകുവാനുമൊക്കെ അതിയായി ആഗ്രഹിച്ച ഒരു വിശുദ്ധയായിരുന്നു കൊച്ചു ത്രേസ്യ. അതേസമയം തന്നെ ലിസ്യുവിലെ കർമ്മലീത്ത മഠത്തിനപ്പുറം ഒന്നും തനിക്ക് പോകുവാൻ സാധിക്കുകയില്ല എന്നും കൊച്ചു ത്രേസ്യയ്ക്ക് അറിയാമായിരുന്നു. ഉള്ളിൽ കത്തി നിൽക്കുന്ന ആഗ്രഹം സഭ മുഴുവനും നിറഞ്ഞു നിന്ന് യേശുവിനോടുള്ള തീവ്രമായ സ്നേഹത്തെ പ്രതി സഭയെ വിശുദ്ധീകരിക്കുവാനുള്ള ആഗ്രഹം, അതേസമയം തന്നെ മിണ്ടാമഠത്തിനുള്ളിൽ കഴിഞ്ഞു കൂടേണ്ട അവസ്ഥ. മിണ്ടാമഠത്തിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് സാർവത്രിക സഭ മുഴുവനും നിറഞ്ഞു നിൽക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് പിന്നെ കൊച്ചു ത്രേസ്യ ചിന്തിച്ചത്. അപ്പോഴാണ് കൊറിന്ത്യക്കാർക്കുള്ള 12-ാം അധ്യായത്തിലെ സഭാ ശരീരത്തെക്കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ വിവരണം കൊച്ചു ത്രേസ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ടെങ്കിലും എല്ലാ അവയവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവയവമുണ്ട്, അതാണ് ഹൃദയം. ഓരോ അവയവത്തിൻ്റെയും ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ രക്തം എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്തു കൊടുക്കുന്നതും അവയവങ്ങളിലെ മാലിന്യങ്ങളെല്ലാം ആവഹിച്ചെടുത്ത് അവയെ ശുദ്ധീകരിച്ച ശേഷം വീണ്ടും ശുദ്ധരക്തം കൊണ്ട് നിറയ്ക്കുന്നതും ഹൃദയമാണ്. ഇങ്ങനെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നാണെങ്കിലും ജീവൻ്റെ സ്രോതസ്സായി ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുവാൻ ഹൃദയത്തിന് സാധിക്കുന്നു. സഭയിലും ഇതുപോലെ ഹൃദയത്തിൻ്റെ സ്ഥാനത്തിരുന്നാൽ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന സ്നേഹം സഭാശരീരം മുഴുവനും വ്യാപിപ്പിക്കാം എന്നതായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കണ്ടുപിടുത്തം. ലിസ്യുവിലെ മഠത്തിനുള്ളിലാണെങ്കിലും ഹൃദയത്തിൻ്റെ സ്ഥാനത്തിരുന്ന് സ്നേഹിച്ചാൽ സഭയിലെ എല്ലാ ശുശ്രൂഷകളിലും നിറഞ്ഞു നിൽക്കാമെന്നും സ്നേഹം കൊണ്ട് സഭയെ വിശുദ്ധീകരിക്കാമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ ഉപകരണമായി തീരാമെന്നും കൊച്ചു ത്രേസ്യ കണ്ടെത്തി. ഒരു മിണ്ടാമഠത്തിനുള്ളിൽ കഴിയുകയും വെറും 24-ാമത്തെ വയസ്സിൽ ഇഹലോകവാസമെടുക്കുകയും ചെയ്ത ഈ സന്യാസ സഹോദരിക്ക് സാർവത്രിക സഭയെ ഇത്രയേറെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഹൃദയത്തിൻ്റെ സ്ഥാനത്തിരുന്ന് എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. ഇന്നും ആണ്ടുകളേറെ കഴിഞ്ഞിട്ടും എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു വിശുദ്ധയായിട്ട് സഭ മുഴുവനും ജ്വലിച്ചു നിൽക്കുവാൻ കൊച്ചു ത്രേസ്യയ്ക്ക് സാധിക്കുന്നു. ഇതാണ് എൻ്റെ പ്രിയ സഹോദരി, സഭാശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കാനും
സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കരിസ്മാറ്റിക് പ്രവർത്തകർ ചെയ്യേണ്ടതും ഹൃദയത്തിൻ്റെ സ്ഥാനത്തിരുന്ന് അവരെല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹ അനുഭവത്തോടെ എല്ലാ രംഗങ്ങളിലേക്കും കടന്നു ചെന്ന് സകലത്തെയും വിശുദ്ധീകരിക്കുന്നു. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. കരിസ്മാറ്റിക്കാർ എപ്പോഴും ചൊല്ലുന്ന ഒരു വാക്യമാണ് ഞാൻ കേൾക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കുന്ന ആത്മാവിനെ പറ്റിയാണെന്നും യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു. ആത്മാവിൻ്റെയും നിറവാണ് കരിസ്മാറ്റിക് മുന്നേറ്റത്തിലൂടെ ഇന്ന് സഭയിലാകമാനം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ പറയും, സഭയിൽ ഇന്ന് കരിസ്മാറ്റിക് മുന്നേറ്റത്തിനുള്ളത് ഹൃദയത്തിൻ്റെ സ്ഥാനമാണ്. അത് മറക്കാതിരിക്കുക. രണ്ടാമതായി, കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രിയങ്കരിയായിട്ടുള്ള വിശുദ്ധയുടെ മാതൃകയാണ്, അനുഭവമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാതൃക. വെറും 9 വയസ്സായിരിക്കുമ്പോൾ സ്വന്തം സഹോദരനോടൊപ്പം ഒളിച്ചോടുന്ന ഒരു രംഗം അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലുണ്ട്. രക്തസാക്ഷിത്വത്തിനുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ത്രേസ്യ കുഞ്ഞുപ്രായത്തിലെ ആഴമേറിയ ദൈവാനുഭവമുള്ള തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് മനസ്സിലാക്കിയ വലിയൊരു സത്യം ഇതായിരുന്നു: ദൈവത്തെ കാണുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ ലോകത്തിൽ എന്ത് തന്നെ മാറിക്കൂട്ടിയാലും, ആരൊക്കെ നമ്മെ രക്ഷിക്കുവാനുണ്ടായിരുന്നാലും, ദൈവത്തെ സ്വന്തമാക്കുന്നതിനേക്കാൾ, അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം കിട്ടാനില്ല. ഇതാണ് മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുനാൾ മുതലേ വിശുദ്ധ ത്രേസ്യ പഠിച്ചത്. എങ്ങനെയാണ് ദൈവത്തെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് കിട്ടിയ ഉത്തരം ഇതായിരുന്നു: ദൈവത്തെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ലോകത്തിൽ നിരവധി സുഹൃതങ്ങൾ അഭ്യസിക്കുകയും വേണ്ടി വന്നാൽ ദൈവസ്നേഹത്തെ പ്രതി മരിക്കുവാനും നാം തയ്യാറായിരിക്കണം. ആ ഇടയ്ക്കാണ് മത തീവ്രവാദികൾ യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെ കൊന്നുകളയുന്നതായി അവൾ കേട്ടത്. അവരുടെ കയ്യിൽപ്പെട്ട രക്തസാക്ഷിയായി മരിക്കാമെന്നും അങ്ങനെ യേശുവിനോടുള്ള സ്നേഹത്തിന് പരസ്യമായിട്ടുള്ള സാക്ഷ്യം വഹിക്കാമെന്നും അങ്ങനെ എത്രയും വേഗം ദൈവത്തെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാമെന്നും ആ കൊച്ചുകുഞ്ഞ് പ്രത്യാശിച്ചു. ഈ ദൈവത്തെ കാണുവാനുള്ള, കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്നത്, രക്തസാക്ഷിയായിട്ട് മരിച്ച് ദൈവത്തോടൊപ്പം എന്നും വസിക്കുവാനായിട്ട്. അപകടം നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നവരെ ചിലരൊക്കെ തിരികെ കൊണ്ടുവരുന്നത് കൊണ്ട് ആശ്രമം അന്ന് വിഫലമായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ കരിസ്മാറ്റിക് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാവരും വിശ്വസിക്കേണ്ടത് ദൈവത്തെ കാണുന്നതിനേക്കാൾ, ദൈവത്തെ കേൾക്കുന്നതിനേക്കാൾ, ദൈവത്തെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം കിട്ടാനില്ല എന്നതാണ്. ദൈവത്തെ കാണാനും ദൈവത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും തന്നെ. എന്നാൽ ഈ ദൈവത്തെ എങ്ങനെ കാണാം എന്നതാണ് ഇന്ന് പലരുടെയും പ്രശ്നം. എല്ലാ ശിഷ്യന്മാരുടെയും പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ്: ദൈവത്തെ കാണുക, ദൈവത്തെ അനുഭവിച്ചറിയുക, ആ ദൈവ അനുഭവം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക. അതാണ് ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ടത്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, അതിൻ്റെ അംഗങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. അന്ത്യ അത്താഴ സമയത്ത് അപ്പോസ്തലനായ ഫിലിപ്പോസും യേശുവിനോട് ആവശ്യപ്പെട്ടത് ഇതാണ്: കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി.
കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു വരിക, ഞങ്ങൾക്ക് അതും മതി. യേശു പിതാവിനെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള അവതരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ ദൈവത്തെ കണ്ടാൽ മതി, പിന്നെ ഒന്നും വേണ്ട എന്നാണ് ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നത്. ഇതിന് യേശു നൽകിയ മറുപടിയും നമുക്കറിയാം. ഫിലിപ്പോസേ, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? യേശു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിനെ കാണിച്ചു തരാനായിട്ട് മാത്രമാണ്. ആ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് നമ്മളെയും പ്രാപ്തരാക്കുവാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ആ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം യേശുവിൽ നിന്നും ദൈവത്തിൽ നിന്നുമൊക്കെ അകന്നു പോകുന്നത്. യേശുവിനെ കാണാതെ പിന്നെ എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും? എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു എന്നാണല്ലോ യേശു പറയുന്നത്. യേശുവിനെ എവിടെ കാണും എന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതിനും വ്യക്തമായ ഉത്തരം യേശു തന്നെ നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ദിവ്യബലി അർപ്പിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ, വചനത്തിൽ, ഇവിടെയൊക്കെ എല്ലാം യേശു സജീവമായിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ആ ഒരു അരൂപിയോടുകൂടി നമ്മൾ അവയൊക്കെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് യേശുവിനെ കാണാനും കേൾക്കാനും ഇന്നും സാധിക്കും. അതിനോടൊപ്പം തന്നെ യേശു മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു, എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത്. യേശു ഇന്നും ജീവിക്കുന്നു. അന്ന് ശിഷ്യന്മാരുടെ മധ്യ ജീവിച്ചതുപോലെ സജീവനായിട്ട് യേശു ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ആഴമായിട്ടുള്ള വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും ഈ യേശുവിനെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിച്ചറിയുന്നതും. വിശക്കുന്നവനെയും ദാഹിക്കുന്നവനെയും പരദേശിയെയും നഗ്നനെയും രോഗിയെയും കാരാഗൃഹവാസിയെയും ഒക്കെ നാം സ്നേഹത്തോടുകൂടെ സമീപിക്കുമ്പോഴൊക്കെ യേശുവിനെ തന്നെയാണ് നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. യേശുവിലൂടെ പിതാവിൻ്റെ സ്നേഹം ആഴമായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്ന അവസരങ്ങളാണിത്. കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാർ ഈ സത്യം തിരിച്ചറിയുന്നു. അവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ രൂപയോടുകൂടി ഹൃദയപരിശുദ്ധിയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ കുർബാനയിലും കൂദാശകളിലും പ്രാർത്ഥനയിലും വചനത്തിൽ പ്രത്യേകിച്ചും യേശുവിനെ കണ്ടെത്താനും ആഴമായിട്ട് അനുഭവിക്കാനും സാധിക്കുമ്പോൾ ആ യേശുവിൻ്റെ അനുഭവം ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ പിന്നെ അവിടെ തന്നെ കാത്ത് സൂക്ഷിച്ച് ഒളിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചാൽ മാത്രമേ ഒരു സ്വസ്ഥത വരികയുള്ളൂ. ആ ഒരു തീഷ്ണതയോടുകൂടി ജ്വലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലുള്ളവർ. പരിശുദ്ധാത്മാവിൻ്റെ ആ ചൈതന്യം നമ്മൾ വന്ന് നിറഞ്ഞു പറയുമ്പോൾ ആ വചനം നമുക്ക് വളരെയധികം ആകർഷണീയമാകുന്നു, നമുക്ക് വളരെയധികം വ്യക്തമാകുന്നു. ആ വചനത്തിലൂടെ അല്ലെങ്കിൽ ആ ദൈവ അനുഭവങ്ങളിലൂടെ, കൗദാശികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അതെല്ലാവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും യേശുവിലേക്ക്, യേശുവിലൂടെ ദൈവപിതാവിലേക്ക് അനയിക്കുന്ന ഒരു ദൗത്യമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ അംഗങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. കരിസ്മാറ്റിക് മുന്നേറ്റത്തിന് ഇന്ന് സഭാ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ സ്ഥാനമാണുള്ളത് എന്നുള്ള വസ്തുത നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. അതേസമയം തന്നെ നിരന്തരം ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെ കാണാനും കാണിച്ചു കൊടുക്കുവാനും ഉള്ള ഒരു ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സ്ഥാനം മനസ്സിലാക്കുവാനും ദൈവം ഫലമേൽപ്പിച്ച ഈ ദൗത്യം വിശ്വസ്തയോടുകൂടി എപ്പോഴും എവിടെയും നിർവഹിക്കുവാനുള്ള കൃപാവരങ്ങൾ ദൈവം നിങ്ങൾക്ക് സമർത്ഥമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും
ദൃശ്യങ്ങളാമെല്ലാത്തിന്റെയും സൃഷ്ടാവും സർവ്വേക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാം ഈശോയിൽ വിശ്വസിക്കുന്നേ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്കിപ്പോൾ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്ക സഭയെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപാധ്യക്ഷനായ പോൾ ഹിൻഡർ പിതാവിനെയും ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായിരിക്കുന്ന അഭിമന്യ ആർച്ച് ബിഷപ്പ് സുസകാക്യം പിതാവിനെയും എല്ലാ വൈദികരെയും കന്യാസ്ത്രീകളെയും സന്യസ്തരെയും പരിശുദ്ധാത്മാ ശക്തിയാൽ നിറച്ച് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ വിമോചകനുമായ കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരായി അങ്ങയുടെ വരവിൽ ഞങ്ങളെ കാണുന്നതിനും ഞങ്ങൾ അങ്ങേക്കുള്ളവരായി തീരുന്നതിനും അവിടുന്ന് കൃപയരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവിധ ആത്മീയ ദാനവും നൽകി പ്രത്യേകിച്ച് വിജ്ഞാനത്തിലും വചനത്തിലും സമ്പന്നരാക്കി ഞങ്ങളെ മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ വരവിൽ ഞങ്ങൾ ഉണർവുള്ളവരായി അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി അങ്ങേ പ്രിയമക്കളായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. എന്നാൽ കർത്താവിനെയും അവൻ്റെ നിയമത്തെയും മുറുകെ പിടിക്കുന്നവരിൽ നിന്നും ദൈവാനുഗ്രഹം മാറിപ്പോവുകയില്ല. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെയും അങ്ങയുടെ ന്യായപ്രമാണങ്ങളെയും അനുസരിച്ച് അവിടുത്തെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അർഹരാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, സ്വലോകനാഥാ, തിരുമുൻപിലുയരും പ്രാർത്ഥനാസുമങ്ങൾ കനിവാർന്ന കൈക്കൊള്ളു അനുഗ്രഹിക്കൂ. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹമരുളണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമായൊന്നും ഇല്ലെനിക്കേകുവാൻ
ഒരു ബലി വസ്തുവായി എന്നെ മാറ്റിടൂ. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഈകളും പൂക്കളും പ്രാർത്ഥനയും എൻ മാനസത്തളികയിൽ നിറച്ചു വച്ചു. യോഗ്യമല്ലെങ്കിലും നാഥാ എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടൂ. എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടൂ. ആവേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഈകളും കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് ദിവസം പ്രഭാതം മുതൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. KCBCയുടെ പ്രസിഡന്റായ അഭിവന്ദ്യ സൂസേബാക്യം പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ വൈദികരും ചേർന്ന് ദിവ്യബലി അർപ്പിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുസഫയിലെ കൊയർ അതിമനോഹരമായിട്ട് നമുക്ക് വേണ്ടി ഗാനങ്ങൾ പാടി, കൈകളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പ്രവാസ മണ്ണിൽ 26 വർഷം പൂർത്തിയാക്കിയ നമ്മുടെ ഏവരുടെയും പ്രത്യേകിച്ച് UAE കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തേജനമായിരുന്ന ആത്മീയ ഉത്കർഷമായിരുന്ന നമ്മുടെ റെവറൻ ഫാദർ വർഗീസ് ചെമ്പോളിയെ ആദരിക്കുന്ന ചടങ്ങാണ്. നമ്മളെ ഇന്ന് നമ്മളായിരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നതിന് അദ്ദേഹത്തിന് വലിയ പങ്കാളിത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അനിയച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫോർ ഹിസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദി കരിസ്മാറ്റിക് ഫാമിലി ഓഫ് ദി UAE, we heartily welcome you to the stage to give a short message. Your Excellency Susai Pakyam and Reverend Father John Padjakara, Father Varghese Chamboli and Father Varghese, Father Biju and all the priests and my dear brothers and sisters, good morning to everybody. Dear friends, I am so happy to be with you this important day. Month of May, the church in Vatican, Holy Father, along with more than 2 lakhs of people, celebrated the Holy Spirit and the charismatic jubilee in the whole church level. Now I experience the same like a mini Vatican. I feel the same like a mini Vatican. The Malayalam community is celebrating here the Golden Jubilee. Just following the church in Vatican, we are also having the Golden Jubilee in UAE. I express my sincere thanks to His Excellency Bishop Paul and our leader who was guiding us, even now leading us, Father Varghese Chamboli, and the UAE CCRS Golden Jubilee celebration, the coordinator, the spiritual director, and the program convener, and also the national director for the John Padjakara
for organizing this beautiful event on the occasion of the Golden Jubilee of the Charismatic of Malayalam community. Our existence is very, very strong in UAE. Hallelujah. 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 It is not a material existence, but it is a physical existence, spiritual existence. Hallelujah. 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 Acts of the apostles experienced the power of the Holy Spirit, and they started to live together, started to relate with each other, started to pray together, started to share the joy with each other. In the same way, I have been experiencing that from you. You have been doing, you are the witness to the first Christian life. Hallelujah. 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 Romans chapter 12 verses 15 to 16 says, rejoice with those who rejoice, weep with those who weep. Say all together, say, rejoice with those who rejoice, weep with those who weep, live in harmony with one another. Do not be haughty, but associate with the lonely. I experience, my dear brothers and sisters, we are rejoicing with those who rejoice. Right? Is it right or wrong? Yeah. மகிழ்வாரோடு மகிழுங்கள், அழுவாரோடு அழுங்கள். Correct? சிரிப்பாரோடு சிரியுங்கள், சங்கடப்படுவோரோடு சங்கடப்படுங்கள். அதுபோல rejoice with those who rejoice, weep with those who weep. You are doing that. Those who did not know to pray started to pray after joining the charismatic prayer. Those who had a broken families, after coming to the prayer, you started to have reconciliation and forgiveness, and you are able to live together and witness to Jesus Christ. And the people, those who are completely depressed and about to go for ending their life, once they embraced Jesus Christ, allowed the Holy Spirit into their life, and there is a new life they began. There are a lot of good things you could see. And the Reach Out ministry, one of the fantastic ministry in UAE by the Malayalam community. Hallelujah! 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 All because of the power of the Holy Spirit. Finally, I pray today in a special way. I know the amount of hard work for John Padinjakara and the team people have been doing day and night and making this place like a heaven. Wonderful experience. And I simply thank and praise God for all the works this team under the guidance and the leadership of Father John Padinjakara, that today we see the real fruits. May God bless him and bless all the people who have been doing a very good work. And I finally say, I pray in a special way that in our life we take an important step today towards Jesus. 50 years completed, our hearts are filled with the power of Holy Spirit, and saying, Jesus is my Savior. Jesus is my good shepherd. Jesus is my master and teacher. Let Jesus bless you and your family and your ministry and your works and your life. Let Jesus take care of all of your needs. Let us place ourselves in the hands of our Lord Jesus always, and thus we become the real instrument of our Lord Jesus Christ, and we become the messenger of our Lord Jesus. Let the Holy Spirit always lead us, guide us, and grant us all the graces that we need. Wishing you all the best. Have a wonderful day, spirit-filled day. Go and share the experience by giving the testimony and being witness to our Lord Jesus. God bless you. Thank you. Thank you, dear Father and Savior. I kindly request you to be seated on the stage. അഭിവന്ദ്യ പിതാവേ, എല്ലാ സ്പിരിച്വൽ ഡയറക്ടേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 10 വർഷം UAE കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ നെടുന്തൂണായി സ്തുത്യർഹമായ സേവനങ്ങൾ നൽകിയ റെവറൻഡ് ഫാദർ ചെമ്പോളി, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാരിസംസ് തെളിവോടെ മക്കൾക്ക് പകർന്നു നൽകിയ ഫാദർ ചെമ്പോളി, അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറയുന്നത് തന്നെ അത് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം തന്നെയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് ഇവിടെ അബുദാബിയിൽ ഒരു പാട്ട് അദ്ദേഹം കൊണ്ടുവന്ന് വളരെ കൺവിൻസിംഗ് ആയിട്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് നിർത്തിയൊരു സംരംഭമായിരുന്നു അത്. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്തായി മാറട്ടെ. എനിക്കറിയാം നിങ്ങളൊക്കെ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പാട്ടാണത്. അന്ന് നമ്മളുടെ ഹൃദയങ്ങൾ ആളി കത്തിയിരുന്നു. വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിക്കും അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ
ആദരിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. പൊന്നാടി അണിയിക്കുവാനായിട്ട് അഭിവന്ദ്യ പിതാവ് സൂസപാക്യത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടു കൂടി കരഘോഷമടിക്കട്ടെ, കടലിരമ്പട്ടെ, നമ്മുടെ സന്തോഷം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊമെന്റോ നൽകുവാനായിട്ട് എല്ലാ അഭിവന്ദ്യ വൈദികരെയും ഒന്നിച്ചു ചേർന്ന് ക്ഷണിക്കുന്നു. കരഘോഷം. എൻ്റെ ലിറ്റർജി പ്രൊഫസർ കൂടിയായ അഭിവന്ദ്യ സൂസേപാക്യം പിതാവേ, വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള വൈദികരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കുട്ടികളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആദ്യത്തെ കരിസ്മാറ്റിക് അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. മറ്റവസരത്തിലൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുള്ളതായിരിക്കാം, എങ്കിലും സൂസേപാക്യം പിതാവ് ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒമാനിൽ ഒരു ജൂൺ മാസം 21-ാം തീയതി വന്നു. അന്ന് ഏതാനും ചെറുപ്പക്കാർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് അവധി ദിവസമാണ്, ഈ അവധി ദിവസം ഞങ്ങൾ കർത്താവിനോട് കൂടെ ചെലവഴിക്കാൻ പോവുകയാണ്. We are going to spend this holy day with the Lord, and they called that day a day with the Lord. Praise the Lord. എന്നിട്ട് എന്നെ സമീപിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അച്ഛനും വരണേ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നു. ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവകയുടെ ചാർജും ഉണ്ടായിരുന്നു. ആ ഇടവകയിലെ ആത്മീയ ശുശ്രൂഷ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള വൈദികർ അൽമായരുടെ പിന്നാലെ നടക്കണമായിരുന്നു. ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ ഏതാനും അൽമായർ വളരെ അനുഗ്രഹദായകമായിട്ടുള്ള ഒരു ദിവസത്തെ ശുശ്രൂഷ ഓർഗനൈസ് ചെയ്തിട്ട് വൈദികനായ അച്ഛനായ എന്നെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം കേട്ടപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായി, അത്ഭുതം തോന്നി. നാട്ടിൽ അച്ഛന്മാർ അൽമായരുടെ പിന്നാലെ നടക്കണം ആത്മീയ ശുശ്രൂഷയ്ക്ക്. ഇവിടെ ഗൾഫിൽ അൽമായർ ആത്മീയ ശുശ്രൂഷ, വളരെ അനുഗ്രഹദായകമായിട്ടുള്ള ശുശ്രൂഷ ഓർഗനൈസ് ചെയ്തിട്ട് അച്ഛനെ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. ദിവസം തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ ദിവസം തുടങ്ങി അൽമായർ സഹോദരന്മാർ കുട്ടികളുമൊക്കെ പാട്ടുപാടി സന്തോഷിച്ച് തുള്ളിച്ചാടി പാരിഷ് ഹാളിലേക്ക് പോവുകയാണ്. ഞാനും അവിടെ ചെന്നിരുന്നു. ആദ്യം മുതൽ ആ പ്രൈസ് ആൻഡ് വർഷിപ്പും വചനപ്രഘോഷണവും വളരെ അനുഗ്രഹദായകമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം എങ്ങനെ പോയി എന്ന് തോന്നിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് നാട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ കോരിച്ചൊരിഞ്ഞ മഴയായിരുന്നു. ഗൾഫിൽ വന്ന് ഇറങ്ങിയപ്പോൾ പൊള്ളുന്ന ചൂടായിരുന്നു. അതുകൊണ്ട് എൻ്റെ സ്റ്റൊമക്ക് അപ്സെറ്റായി. ഈ ദിവസം തുടങ്ങുമ്പോൾ അവിടെ ഹോളിലേക്ക് പോകാൻ പോലും ശക്തിയില്ലാത്ത വിധത്തിൽ ഞാനിങ്ങനെ ക്ഷീണിതനായിരുന്നു. എങ്കിലും വാക്ക് പാലിക്കണമെന്നല്ലോ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഹോളിൽ ചെന്നിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആ ക്ഷീണമൊക്കെ അപ്രത്യക്ഷമായി. വളരെ സന്തോഷത്തോടുകൂടി അവിടെ കൂടിയിരുന്ന
യുവാക്കളോട്, യുവതികളോട്, മുതിർന്നവരോട്, കുട്ടികളോടൊക്കെ ചേർന്ന് ഞാനും തുള്ളി ചാടി സന്തോഷിച്ചു. അവസാനം ഓർഗനൈസേഴ്സിൽ ഒരാൾ വന്ന് മൈക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് ചോദിച്ചു, അച്ഛൻ്റെ ഈ ഇന്നത്തെ അനുഭവത്തിൻ്റെ അതൊന്ന് പങ്കുവെക്കാമോ? അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഒരുമിച്ച് കൂട്ടിയെന്നാലും അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ ഒരു ദിവസം പ്രാർത്ഥിച്ചു. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കുറേയൊക്കെ ആലോചിച്ച് പറയുമായിരുന്നു, കണക്ക് കൂട്ടി പറയുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെയുള്ള എല്ലാ പ്രാർത്ഥനകളും, ഞാൻ ചൊല്ലിയുള്ള പ്രാർത്ഥനകൾ ഒരുമിച്ച് കൂട്ടി വെച്ചെന്നാലും അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൈയടിച്ചെങ്കിലും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, വർഗീസ് എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞത്? ഞാൻ വായിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ വീട്ടിൽ അമ്മ കുടുംബ പ്രാർത്ഥന നയിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുമായിരുന്നു. അങ്ങനെ കൊച്ചിലെ മുതൽ പ്രാർത്ഥന കഴിയുന്നത് മുടക്കിയിട്ടില്ല. സെമിനാരിയിൽ ചേർന്നിട്ട് ഒരു ദിവസം 5 പ്രാവശ്യം പ്രാർത്ഥനയാണ്. അങ്ങനെ 12-13 വർഷത്തെ ട്രെയിനിങ്. ഈ പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച് വെച്ചെന്നാൽ അതിനേക്കാൾ കൂടുതലാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതൊരു മണ്ടത്തരമായിപ്പോയല്ലോ, അതിനകത്തൊരു ലോജിക്കില്ലല്ലോ എന്ന് തോന്നി. ഞാൻ എന്നിട്ട് മുറിയിൽ ചെന്ന് വീണ്ടും ഇങ്ങനെ ചോദ്യത്തോടു കൂടി ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ മുന്നിൽ കാണുകയാണ്. ഞാനത് വായിച്ചു. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു ദിവസമായിരുന്നു എൻ്റെ ആദ്യത്തെ കരിസ്മാറ്റിക് അനുഭവം. പ്രൈസ് ദി ലോർഡ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ അനുഭവം എനിക്ക് വളരെയധികം സന്തോഷം തന്നു. ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ വളരെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. കരിസ്മാറ്റിക് മെമ്പേഴ്സ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ്. പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടിക്കൊണ്ട് എന്നും നമ്മുടെ കൂടെയുള്ള യേശുവിനോട് ചേർന്ന് ഈ 2 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാനാവുന്ന മുന്തിരിയോട് നിങ്ങളാവുന്ന ശാഖകൾ ചേർന്നിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ 2 ആത്മീയ ബന്ധങ്ങൾ ശക്തമാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും നമ്മെ പരാജയപ്പെടുത്തത്തില്ല. പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. കുടുംബത്തിലായിരുന്നാലും പ്രവർത്തന മേഖലയിലായിരുന്നാലും ജോലി സ്ഥലത്താണെന്നെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, വന്നുകൊണ്ടേയിരിക്കും. അവസാന ശ്വാസം വലിക്കുന്നവരെ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നമ്മോട് കൂടെയുള്ള യേശുവിലുള്ള ആശ്രയത്തിലുമാണ്. ഒരു സംഭവം കൂടി പങ്കുവച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞങ്ങളുടെ പ്രോവിൻസിലെ മിഷൻ ബാൻഡിൻ്റെ കോർഡിനേറ്റർ ഒരു ഡൊമിനിക് പത്തിയലച്ചനായിരുന്നു. ഡൊമിനിക് പത്തിയലച്ചൻ കൂടെ പ്രസംഗിക്കാൻ മറ്റ് ടീമംഗങ്ങൾ വിളിക്കുമ്പോൾ മുൻകൂട്ടി പറയത്തില്ല അച്ഛൻ ഇന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടതെന്ന്. ഞങ്ങളുടെ നൊവിഷ്യേറ്റിൽ നിന്ന് അച്ഛൻ ക്ഷണിച്ചത് പ്രകാരം വലിയൊരു ഇടവകയിൽ ഈ മിഷൻ ബാൻഡിന് പോവുകയാണ്. ആദ്യത്തെ കുർബാനയും ആദ്യത്തെ പ്രസംഗവും അതിനുള്ള ഒരുക്കമാണ്. അപ്പോൾ ആദ്യത്തെ പ്രസംഗം സാധാരണ ആ കോർഡിനേറ്റർ തന്നെയാണ് പ്രസംഗിക്കുക. രാവിലത്തെ കുർബാന സമയത്ത് ആണ് ആദ്യത്തെ പ്രസംഗം. അതിനുശേഷം നമ്മൾ വീടുകൾ വിസിറ്റ് ചെയ്യും.
വൈകിട്ട് കൂടുതൽ നീണ്ട പ്രസംഗങ്ങളും ഒക്കെ ആയിരിക്കും. കുർബാനയ്ക്ക് തിരുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഡൊമിനിക് അച്ഛൻ വന്ന് എൻ്റെ ചെവിയിൽ പറയാണ്, വർഗീസച്ച അച്ഛനാണ് കേട്ടോ ഇന്നത്തെ പ്രസംഗം. കുർബാനയ്ക്ക് ഇടയ്ക്ക് പ്രസംഗം പറയേണ്ടതാണ്, 3/4 മണിക്കൂർ കുറഞ്ഞത്. ഞാനൊന്നിനെക്കുറിച്ചും ആലോചിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചൊക്കെ വായിച്ച് ഒരുങ്ങി കുറേ നോട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മുറിയിലിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് അച്ഛൻ പറയുകയാണ്, ഇന്ന് അച്ഛനാണ് പ്രസംഗിക്കേണ്ടത്. ഏത് വിഷയത്തെക്കുറിച്ചാണ് അച്ഛോ? അത് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ പ്രസംഗമാണല്ലോ, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ മനസ്സിൽ ഒന്നിനെക്കുറിച്ച് ഓർമ്മ വന്നില്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട്, കാരണം ഒരുങ്ങാൻ ഒട്ടും സമയമില്ല, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് സുവിശേഷ വായനയ്ക്ക് ശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അത്ഭുതകരമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് വായിച്ച് നോട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള പല സംഭവങ്ങളും നല്ല നല്ല വാചകങ്ങളും ഒക്കെ ദൈവവചനമൊക്കെ നല്ല ഓർഡർലി ആയിട്ട് തെളിഞ്ഞു വന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ 33ാമത്തെ വർഷമാണ് എൻ്റെ വൈദിക ജീവിതത്തിലെ. അത്രയും നല്ലൊരു പ്രസംഗം ഇതുവരെ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നൽകിയ ആ ഒരു പ്രസംഗമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രസംഗമായിട്ട് എനിക്കനുഭവപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ സഹായിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. യേശുവും ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 10 വർഷക്കാലം യുഎയിലെ കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ച അച്ഛന് എന്നും നല്ല ഓർമ്മകൾ മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ ഇവിടെ നടത്തിയ പ്രീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങിനിടയിൽ നമുക്കുണ്ടായ സംശയങ്ങൾക്ക് നിവാരണമായി വിശ്വാസ വഴിയിലെ ഇരുളും വെളിച്ചവും എന്നൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. അത് പ്രിൻ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നമ്മളിപ്പോൾ നിർവഹിക്കും. അഭിവന്ദ്യ പിതാവ്, KCBC പ്രസിഡൻ്റായിട്ടുള്ള സൂസ്യവാക്യം പിതാവ് ചെമ്പോളി അച്ഛന് കോപ്പി കൊടുത്തുകൊണ്ട് അതിൻ്റെ റിലീസ് കർമ്മം ഇപ്പോൾ നിർവഹിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പാഠപുസ്തകം അഭിവന്ദ്യ പിതാവ് ബഹുമാനപ്പെട്ട അനീസിയവരച്ഛന് നൽകിക്കൊണ്ട് ഇപ്പോൾ റിലീസ് ചെയ്യുന്നതാണ്. ഗ്രാസിയ 2017 ഓർമ്മയ്ക്കായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന വിശുദ്ധർ എന്ന CD-യുടെ പ്രകാശന കർമ്മം അഭിവന്ദ്യ പിതാവ് നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടേഴ്സായ ബഹുമാനപ്പെട്ട ജോണച്ചനും ബിജു അച്ഛനും നൽകിക്കൊണ്ട് ഇപ്പോൾ റിലീസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സിസ്റ്റർ ലിസി ഫെർണാണ്ടസിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ UAE തലത്തിൽ എല്ലാ ദേവാലയങ്ങളിലും ആദ്യമായിട്ടാണ് ഇതുപോലൊരു പാട്ടുപുസ്തകം സുവർണ ഗീതങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കുക. 718 ഗാനങ്ങളാണ് നമ്മളിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങുന്ന വിശുദ്ധരുടെ കാസറ്റിൽ CD-യിലെ പാട്ടുകൾ പോലും ഇതിലുണ്ട്. ഏവർക്കും ഉപകാരപ്രദമാകുന്ന ഈ ഗാനങ്ങൾ ആലപിച്ച് നമുക്ക് വിശുദ്ധരോടൊത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ സുവർണ ഗീതങ്ങൾ അനിയച്ചന് സമ്മാനിച്ചുകൊണ്ട് റിലീസ് ചെയ്യാനായിട്ട് പിതാവിനെ ക്ഷണിക്കും. അടുത്ത വലിയൊരു മുന്നേറ്റമാണ് വിശുദ്ധർ 12ഓളം വിശുദ്ധരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ദുബായ് കരിസ്മയുടെ മീഡിയ മിനിസ്ട്രി ഏറ്റെടുത്തിരിക്കുന്ന ലിസി കെ ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ നല്ല ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ചൂടപ്പം പോലെ ഇന്ന് രാവിലെയാണ് അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് ലിസി ചേച്ചിയും ഈ CD-യും ഒക്കെ വന്നിട്ടുള്ളത്. ഗംഭീര ഗാനങ്ങളാണ്. നമ്മുടെ എല്ലാവരും തന്നെ ഇതിലൂടെ കലാകാരന്മാരെയൊക്കെ ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ളതാണ്. ഈ CD-യുടെ പ്രകാശന കർമ്മവും അഭിവന്യ സുസഖ്യം പിതാവ് നിർവഹിക്കുകയാണെന്ന്.
കരഘോഷം കൊടുത്തുകൊണ്ട് എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത്താൽ UAE-യിൽ ആദ്യമായിട്ട്, കേരള സഭയ്ക്ക് ആദ്യമായിട്ട് എല്ലാ വിശുദ്ധരെയും കോർത്തിണക്കിക്കൊണ്ട് പുതുപുത്തൻ കാസറ്റ് ഇതാ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഈ വിശുദ്ധരെന്ന കാസറ്റിനെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ ഇതിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച ലിസിച്ചിക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 10 വയസ്സ് മുതൽ കരിസ്മാറ്റിക് പ്രാർത്ഥനാ സമൂഹവുമായി ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ച എനിക്ക് ഈ നിമിഷം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും അഭിമാനത്തോടെയാണ് ഞാനായിരിക്കുക. കാരണം സഭ മുഴുവനും ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്ന ഈ മരുഭൂമിയിൽ കരിസ്മാറ്റിക് ജൂബിലി ആഘോഷിക്കുന്ന നിമിഷം ബഹുമാനപ്പെട്ട സൂസൈപ്പാക്യം പിതാവിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ശ്രേഷ്ഠരായ എല്ലാ വൈദികരുടെ കയ്യിൽ നിന്നും നല്ല വാക്കുകളോടെയും, പ്രത്യേകിച്ച് ഇതിൻ്റെ CSTയുടെ ഡയറക്ടറായ ജോൺ പടിഞ്ഞാക്കര അച്ഛൻ ഈ വർക്ക് തുടങ്ങുമ്പോൾ മുതൽ വളരെ സജീവമായി വളരെ നേതൃത്വം നൽകുകയും അച്ഛൻ്റെ ഫ്രാൻസിസ് അസീസിയുടെ ഗാനം അത് നമുക്കിവിടെ ഇടാനുള്ള ഒരു സാഹചര്യം ഉച്ചയ്ക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇടാം. നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ കണ്ടു കാണും അത്. അതുപോലെ തന്നെ ബിജു അച്ഛൻ അതിൻ്റെ അകത്ത് സജീവമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. സഭ മുഴുവൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഈ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റിയത്. ദുബായിലെ ഓരോ വ്യക്തിത്വങ്ങളും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ദുബായ് മാത്രമല്ല, UAE-യിലെ സർവ്വ മേഖലയിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ കോപ്പി ഇവിടെ എത്തുക. അതിനുവേണ്ടി സഹായിച്ചവരും ഒക്കെ ഇവിടെയുണ്ട്. എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അതുപോലെ തന്നെ വിശുദ്ധരുടെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഫ്രാൻസിസ് അസീസിയുടെ വലിയ സാന്നിധ്യവും മാധ്യസ്ഥവും ഒക്കെ ഈ സഭ മുഴുവനെയും കത്തിപ്പടരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നമ്മളിനി മുതിർന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്.